ഡോക്ടർ മോഹൻ വർഗീസ്, അഴിമതി രഹിത നീതിന്യായ സംവിധാനം അത് നമുക്ക് സമീപഭാവിയിലെങ്കിലും സ്വപ്നം കാണാനാവുമോ? ശ്രീ അനിൽ, ഇതൊരു പ്രതീക്ഷയാണ്. ഇപ്പം രാജ്യം സ്വാതന്ത്ര്യാനന്തരം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മുടെ സ്ട്രക്ചേഴ്സ് കുറച്ചുകൂടി ഒരു വർക്കിംഗ് പാറ്റേണിലേക്ക് വരികയാണ്. ഇത് ഇവോൾവ് ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യം ഇവോൾവ് ചെയ്ത് ഒരു പ്രത്യേക സ്റ്റേജിലെത്തിയിരിക്കുന്നു. അവിടെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ, ഒന്ന് നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേച്ചർ, നമ്മുടെ പാർലമെൻറ്റ്, 2 നമ്മുടെ ഭരണകൂടം എന്ന് പൊതുവേ പറയുന്ന എക്സിക്യൂട്ടീവ്. ഭരണകൂടം എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് മാത്രമെല്ലാം ചേർന്ന് ഭരണകൂടം, എക്സിക്യൂട്ടീവ്, ഇതിൽ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും എല്ലാം വരുന്ന ആ ഒരു സംവിധാനം. 3ാമത്തെ ഒരു ഘടകമാണ് ജുഡീഷ്യറി. ഈ ജുഡീഷ്യറിക്ക് അക്കൗണ്ടബിലിറ്റി എന്തുകൊണ്ട് ആയിക്കൂടാ? എക്സിക്യൂട്ടീവ് ഇസ് അക്കൗണ്ടബിൾ ടു ദി ലെജിസ്ലേച്ചർ. പ്രധാനമന്ത്രി ആയി ഇരിക്കുന്നയാൾ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം മാത്രം അധികാരത്തിൽ. ഹീ ഈസ് റെസ്പോൺസിബിൾ ടു ദി ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. അതാണ് വെസ്റ്റ്മിനിസ്റ്റർ മാതൃക. ഓരോ നിയമസഭ അല്ലെങ്കിൽ ലോക്സഭ അംഗം, MP മാർ, MLA മാർ, അവർ റെസ്പോൺസിബിളാണ്. ആരോട്? അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളോട് റെസ്പോൺസിബിളാണ്. അത് മാത്രമല്ല, അല്ലെങ്കിൽ വീണ്ടും തിരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോൾ ജനങ്ങൾ പാഠം പഠിപ്പിച്ച് വിടും. അതുകൊണ്ട് അവരും റെസ്പോൺസിബിളാണ്. പക്ഷേ 3ാമത്തെ വിഭാഗമായ ജുഡീഷ്യറി ആരോടാണ് റെസ്പോൺസിബിൾ? ജുഡീഷ്യറി ഇലക്ഷനിലൂടെ വരുന്നവരല്ലെന്ന് ഓർക്കണം. ജനഹിതമനുസരിച്ച് വരുന്നവരല്ല എന്നോർക്കണം. ഒരു പ്രത്യേക പ്രക്രിയയിലൂടെ അവർ സെലക്റ്റഡ് ആവുകയാണ്. പ്രത്യേകിച്ച് ഉന്നത നീതിപീഠത്തിൽ ജഡ്ജിമാർ വരുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള നിയമന പ്രാക്ടീസാണ്. കൊളീജിയം സിസ്റ്റവും അതിൻ്റെ ഒരു മൊഡാലിറ്റീസും. അപ്പോൾ ആ ദുരൂഹമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ സെലക്ഷൻ പ്രക്രിയ, അതിനുശേഷം അവർക്ക് നിശ്ചിത വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള ജഡ്ജിമാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനോ അത് വിശകലനം ചെയ്യാനോ നമുക്ക് സാഹചര്യമില്ല. ഒരു വിധിയുടെ ഡോക്ടർ, ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. ഈ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ അങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ അതിനെ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് അട്ടിമറിച്ചത് കോടതി തന്നെയല്ലേ? അതേ കോടതി തന്നെയാണ്. കാരണം ജഡ്ജിമാരുടെ നിയമനത്തിന് നിശ്ചിത രീതികൾ ഉണ്ടാവണം. ഒരു കോക്കസ് അല്ല അത് ചെയ്യേണ്ടത്. അവരുടെ അക്കൗണ്ടബിലിറ്റിയുടെ പാറ്റേൺ എന്താണ്? ടു ഹൂം ആർ ദേ അക്കൗണ്ടബിൾ? ഇത് ഒരു ബില്ലിലൂടെ കൊണ്ടുവരികയാണ്, ഒരു നിയമമായി കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ അത് ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് ചേരുന്നതല്ല. ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള ഒരു അവകാശം കോടതിക്കൊണ്ടില്ല എന്നല്ല പറയുന്നത്. അതാണ് കോടതിയുടെ അവകാശം. ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ഏതെങ്കിലും ഒരു ഭാഗം, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു നിയമമോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഏതെങ്കിലും ഉത്തരവോ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് ചേരുന്നതല്ല എങ്കിൽ അതിനെ അൾട്രാ വൈറസായി, നൾ ആൻഡ് വോയിഡായി പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം തങ്ങളുടെ നേരെ തന്നെ വിരൽ ചൂണ്ടുന്ന നിയമനിർമ്മാണം വന്നപ്പോൾ അത് അൾട്രാ വൈറസായി പ്രഖ്യാപിച്ചു. ഇത് ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല. ഇവിടെ കേശവാനന്ദ ഭാരതി കേസും മിനർവ മിൽസ് കേസും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഗോലക്നാഥ് കേസുമൊക്കെ വലിയ ഉദാഹരണങ്ങളാണ്. അപ്പോൾ പാർലമെൻറ്റ് എപ്പോഴെല്ലാം കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വന്നിട്ടുണ്ടോ, കോടതി അതിൻ്റെ പാർലമെൻറ്റിൻ്റെ ചിറകരിയാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ചിറകരിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തങ്ങൾക്ക് പറ്റിയ ആ ഒരു പോരായ്മ പരിഹരിച്ചുകൊണ്ട് സ്വയം ശക്തി ആർജിക്കാൻ പാർലമെൻറ്റ് ശ്രമിച്ചു. അപ്പോഴെല്ലാം കോടതി അതിനെ തള്ളിക്കളയുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാ കാലത്തും മോർ പവർഫുൾ കോടതി തന്നെയാണ്. എപ്പോഴും അങ്ങനെയല്ല. അതിനകത്ത് കോടതി, അതായത് ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ഭരണഘടനയാണല്ലോ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ചുമതല പാർലമെൻറ്റിനാണ്. അതാണ് നിയമം. ആ പാർലമെൻറ്റ് ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ അത് ഏത് ഭാഗം ഭേദഗതി ചെയ്യാം? ജഡ്ജിമാരെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഭേദഗതി ചെയ്താൽ ഉടനെ തന്നെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന വാളെടുത്ത് അങ്ങ് വീശും. എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്തോളൂ, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ ഭേദഗതിക്ക് വിധേയമല്ല. അപ്പം നമ്മുടെ ഭരണഘടനയെ റിജിഡ് എന്നാണ് പറയുക പൊതുവേ, അല്ലെങ്കിൽ പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ, മോർ ഓഫ് എ റിജിഡ് സൈഡ്. അതായത് സാധാരണ നിയമനിർമ്മാണ പ്രക്രിയ കൊണ്ട് ഭേദഗതി ചെയ്യാനാവില്ല. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ സാധാരണ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഭേദഗതി ചെയ്യാനാവൂ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാനാവൂ. മറ്റു ചില പ്രൊവിഷൻസിന് 2/3 മെജോറിറ്റി ഇൻ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ് അത് ആവശ്യമുണ്ട്.
പക്ഷെ മറ്റ് ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യണം എങ്കിൽ സംസ്ഥാന നിയമസഭകളുടെ കൂടി അനുവാദം വേണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാ 50% സംസ്ഥാന നിയമസഭകളും കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഭേദഗതി ചെയ്യാനാവൂ. പക്ഷേ അവിടെയും നിൽക്കുന്നില്ല. അവിടെയാണ് കോടതിയുടെ ഇടപെടൽ. ചില കാര്യങ്ങൾ ഭേദഗതിക്ക് വിധേയമല്ല. പക്ഷെ ന്യായമായി നമുക്ക് ചോദിക്കാം, എന്താണ് ആ ചില കാര്യങ്ങൾ? നമ്മുടെ പാർലമെൻറ്റ് ജനാധിപത്യത്തെക്കുറിച്ചാണോ? പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഫെഡറലിസത്തെക്കുറിച്ചാണോ? അല്ലെങ്കിൽ ഇന്ത്യ ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണോ? നമ്മുടെ ഈ പ്രിയാമ്പിളിൽ പറയുന്ന സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ഇങ്ങനെയുള്ള പില്ലേഴ്സിനെ കുറിച്ചാണോ? അതിനെക്കുറിച്ച് കോടതി ഒന്നും പറയുന്നില്ല. ഓരോ കേസുകൾ വരുമ്പോൾ അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് തീരുമാനിക്കാം എന്ന ഒരു പ്രിറോഗറ്റീവ് കോടതി അവിടെ റിട്ടേൺ ചെയ്തു. അത് സാവോളം കോടതി ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കോടതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടായാൽ കോടതിയുടെ ചിറകുകൾ ചെറിയ തോതിലെങ്കിലും പ്രൂൺ ചെയ്യുന്ന, അരിയുക എന്ന് പറയുന്നില്ല, കോതി നിർത്തുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടായാൽ, പ്രത്യേകിച്ച് അവർക്ക് അക്കൗണ്ടബിലിറ്റി, ഇതാണ് ആ കമ്മീഷൻ, ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഇവരുടെ അക്കൗണ്ടബിൾ ഒരു കേസ് എത്ര കാലം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നിയമമുണ്ടല്ലോ, ഒരു ഫയല് മേശപ്പുറത്ത് വന്നാൽ എത്ര കാലം, എത്ര ദിവസം ആ മേശപ്പുറത്ത് വെക്കാം, അതിനുള്ളിൽ തീരുമാനം എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ അത് നിയമമാണ്, അത് റൂളാണ്, ചട്ടമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പേശയിലേക്ക് പോകണം. അല്ല എങ്കിൽ അതിന് നടപടി ഉണ്ടാകാം. പക്ഷേ ജഡ്ജിമാർക്ക് ഒരു കേസ് ഫയലിൽ സ്വീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് പരിശോധിക്കേണ്ടത്, സമയം പോലെ ചെയ്താൽ മതി. അതാണ് രാംകുമാർ സാർ പറഞ്ഞ ആ ഒരു 20-30 വർഷം വെച്ച് താമസിപ്പിക്കുന്ന സിവിൽ കേസ്. അപ്പൊ ജസ്റ്റിസ് അങ്ങനെയുള്ളവരാണ് രാഷ്ട്രപതിയും ഗവർണറെയും 30 ദിവസത്തിനുള്ളിൽ എടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. തങ്ങൾക്ക് ബാധകമല്ലാത്ത ഒരു സമയക്രമം മറ്റുള്ളവർക്ക് ബാധകമാണ്. രാഷ്ട്രപതിക്ക് ബാധകമാണ്, ഗവർണർക്ക് ബാധകമാണ്. 3 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഇതാരെങ്കിലും ഒന്ന്, ഈ രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും ഒന്ന് പറയണമല്ലോ. ഉപരാഷ്ട്രപതി വിളിച്ചു പറഞ്ഞു. ആ കൊച്ചു കുഞ്ഞാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി എന്ന കൊച്ചു കുഞ്ഞാണ് രാജാവ് നഗ്നനാണ് എന്ന് ലോകത്തോടായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് ജനം ഏറ്റെടുക്കുമോ? നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ അതോട് എങ്ങനെ പ്രതികരിക്കും? അതോ ഇതിൽ നിന്നും ഒരു ഗെയിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? അതായത് ഇപ്പം രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷത്തിൻ്റെ വലിയ പരാതി എന്താണ്? ഭരണപക്ഷം കോടതിയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. തങ്ങൾക്ക് അനുകൂലമായ, രാമക്ഷേത്രത്തിൽ ഉൾപ്പെടെ തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നു. അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് വിധികളെല്ലാം തന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഹിത അനുസരണമായി വരുന്നതാണ്. കോടതിയിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഇതാ വഖഫ് വിഷയത്തിലാകട്ടെ, അല്ലാതെ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്ന വിഷയത്തിൽ ആയിക്കൊള്ളട്ടെ, ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, ഭരിക്കുന്ന കക്ഷിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് വരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടി രാഷ്ട്രീയം നോക്കി പ്രതിപക്ഷത്തിന് ഗുണമാണോ ഭരണപക്ഷത്തിന് ഗുണമാണോ എന്ന് നോക്കുന്നതിനേക്കാൾ കോടതിക്ക് ഒരു നിയതമായ ക്രമം വേണം. മറ്റെല്ലാത്തിനും ക്രമമുണ്ട്. അപ്പോൾ ഭരണഘടനാനുസൃതമായ ഒരു ക്രമം വേണം. അതിനു വേണ്ടി വന്നാൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. അതിന് നേഷൻ വൈഡ് കൺസെൻസസ് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് എലിസിറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതിനുവേണ്ടി ഈ ഒരു കൂട്ടത്തിൽ നിന്നും ജീനി അല്ലെങ്കിൽ ഭൂതത്തെ തുറന്നു വിട്ടിരിക്കുകയാണ് ജഗദീപ് ധൻഖർ തൻ്റെ സംസാരത്തിലൂടെ. അതിനിയും തുടരുമെന്ന് തന്നെയാണ് ജഗദീപ് ധൻഖർ തുറന്നു വിട്ടത്. മറ്റുള്ളവർ ഏറ്റെടുക്കുമോ എന്നത് മാത്രമാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്.